പാച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വർഷം മുന്നേ ഇട്ടൊരു വീഡിയോ. അതിന് ഇപ്പം അടുത്തൊരാൾ നോക്കിയിട്ട് അതിന് കമൻ്റ് ഇട്ടിട്ട്, എന്നിട്ട് എന്തായി, പാസ്സായിക്കോ, ടെസ്റ്റ് എഴുതിക്കോ, ടെസ്റ്റ് പാസ്സായിക്കോ, ലൈസൻസ് കിട്ടിക്കോന്ന്. അന്നേരം ഞാനും ആലോചിക്കുന്നത്, ശരി എനിക്ക് ലൈസൻസ് കിട്ടിക്കല്ലോ, എന്നിട്ട് അത് എടുത്തു എന്നുള്ള നോക്കി നടക്കുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ അഡ്രസ്സിലാണ് വന്നത്, ആദ്യത്തെ വീടിലെ അഡ്രസ്സിലായി ഇത് വന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രൂഫ് ആവശ്യമുണ്ടായിട്ട് ഞാൻ ഓരോരുത്തർ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചത്. അങ്ങനെ ഓരോ ഇത് പൊട്ടിച്ചത്, അല്ലാണ്ട് ഞാനിത് ഇതുവരെ നോക്കിയില്ല. പിന്നെ ഒരു പൊട്ടിച്ച് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചത്, അത് ഫോണിലുണ്ടേനും. പിന്നെ ഏതോ ഒരു ദിവസം മുഹമ്മദ് അങ്ങ് പോയി വരുന്ന സമയത്ത് ലൈസൻസ് കൊണ്ടുവന്ന് മോനെ അൾമാറയിൽ വെച്ച് വെച്ചെടുത്ത് തന്നെ. ഞാൻ അന്നേരം അത് നോക്കിക്കില്ല. അതിനിടയ്ക്ക് ഒരു ദിവസം മോനെ സ്കൂട്ടി പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാലോ ലൈസൻസുള്ള ആളിലൊന്ന് വെച്ചാൽ ഞാൻ അന്ന് ഫോണിൽ നിന്ന് എടുത്തു കൊടുത്തു. അന്നേരം വിചാരിക്കും ഇതൊന്ന് നോക്കണം, എന്തായാലും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ 2022 നവംബർ 15 ഞാൻ പേര് കൊടുക്കുന്നത്. നമ്മളിവിടെയുള്ള 2-ാം വാർഡിൽ 100 വനിതകൾക്ക് സ്കൂട്ടി പഠിക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് 2000 റുപ്യ കുറച്ചിട്ട് 5000 റുപ്യക്ക് പിന്നെ ഭാവന ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് അങ്ങനെ ചേർന്നതാണ്. ചേർന്നേരം പിന്നെ എനിക്ക് ഭയങ്കര മടിയായി, പഠിക്കുക തന്നെ ഇല്ല, എന്നെ കൊണ്ടത് പറ്റൂല എന്നുള്ളത്. പിന്നെ അങ്ങ് പേരങ്ങ് കൊടുത്തും പോയി, ഫോട്ടോ കാര്യങ്ങളെല്ലാം കൊണ്ട കൊടുത്ത്. പിന്നെ അവരിങ്ങനെ വിളിക്കും, ലേണിങ് എഴുതണ്ടേന്ന് ചോദിച്ചിട്ട്. ഡിസംബർ 21 വരെ ഒരു ഇങ്ങനെ വിളിച്ച് ലാസ്റ്റ് 21 പോകേണ്ടി എഴുതണ്ടേ. അന്ന് ഒരു പേപ്പർ കൊണ്ട കൊടുക്കാനുണ്ടായിരുന്നു ഓഫീസിൽ. അല്ല, ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിയിട്ട് രാവിലെ ലേണിങ്ങിന് പോകുമ്പോൾ എടുക്കേണ്ടത്. ആ പേപ്പർ വാങ്ങാൻ വൈകുന്നേരം 7 മണിയായി എനിക്ക് ഓർമ്മ വരുന്നത്. ഇനിയിപ്പം നടക്കൂലല്ലോ. അപ്പോൾ ആ വ്യാഴാഴ്ചയും കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്താണ് എൻ്റെ മൂത്ത ആങ്ങളുടെ ആ ഒരു വിവരം വരുന്നത്. പിന്നെ ആ ഒരു 1-2-3 ആഴ്ച പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുകയില്ല. പിന്നെ ജനുവരി 14 കാണാൻ അവർ പിന്നെയും വിളിക്കുന്നത്, ഇങ്ങനെ നാളെ ഇങ്ങൊക്കെ പോയിക്കൂടെ, ലേണിങ് എഴുതിക്കൂടെ, ഇത്രയും ലേറ്റ് ആയാൽ പിന്നെ എല്ലാം പിന്നെയും പുതുക്കി കൊണ്ടുവരട്ടെ. അങ്ങനെ പോയി, എന്തോ അറിയില്ല, ലേണിങ്ങിൽ ഞാനങ്ങ് രക്ഷപ്പെട്ട്. അങ്ങനെ പിന്നെ ഇവിടെ പരിപാടിയും കാര്യങ്ങളെല്ലാം ആയി 40 അന്നേരം കുറച്ച് സമയം പോയിക്ക്. പിന്നെ ഭയങ്കര വെയിലായി, ചൂടായി, മാർച്ച് ഏപ്രിൽ അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. പിന്നെ മെയിലല്ല ജൂണിൽ പോയിട്ട് ടെസ്റ്റ് എഴുതി നോക്കും, അതിൽ പാസ്സായിക്കില്ല. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ പിന്നെയും വന്ന് പഠിച്ച്. ഇവരും ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഡേറ്റ് തരട്ടെ, നിങ്ങൾ പോകുന്നില്ലേ, ചെമ്മരത്തൂർ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മുടന്ത ന്യായം പറയും. ഞാൻ പറയും ഒന്ന് ചുമച്ചിട്ടെല്ലാം കേൾപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലോണം ഒന്ന് മൂക്ക് വലിച്ചേരിട്ട് ഞാൻ പറയും ജലദോഷവും പനിയാന്ന് പറയും, എന്നെക്കൊണ്ട് പറ്റൂല. പിന്നെ ലാസ്റ്റ് ഒരു പറഞ്ഞ ഒരു വർഷാവനായി ഇനിയും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എല്ലാം പുതുക്കേണ്ടി വരും. പിന്നെ ഓരിക്കും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ നവംബറിൽ എല്ലാ മാസവും ഇങ്ങനെ ഡേറ്റ് തരും. ഞാൻ പറഞ്ഞു നവംബറിൽ ഉറപ്പായിട്ടും ഞാൻ പോകുന്ന പറഞ്ഞ് 2023 നവംബർ 23 ഞാൻ പോയിട്ട് ടെസ്റ്റ് എടുത്തതും പിന്നെ അതേപോലെ തന്നെ അതിൽ പാസ്സാവുകയും ചെയ്ത്. അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടി. പക്ഷേ അതിൽ ലൈസൻസ് കിട്ടിയിരിക്കുന്നല്ലാണ്ട് അതിനെപ്പറ്റി അതിൻ്റെ ഒരു കളറ് വരെ ഞാൻ നോക്കിയില്ല എങ്ങനെയാണെന്നുള്ളത്. അത്രക്കും എനിക്ക് പോന്നാന്ന് പറയാമ്പോഴത്തേക്കാണ് ഉണ്ടാവും നെഞ്ഞത്തുനിന്ന് ഇങ്ങനെ 4 വിലക്കേട്ടിടിക്കുന്നു, ടണ്ടെന്നും പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്നെക്കൊണ്ട് പറ്റാത്തൊരു സംഭവം തന്നെയാണ്. പക്ഷേങ്കിൽ എന്തോ ലക്കിയിലങ്ങ് പാസ്സായിപ്പോയിക്ക്. കേൾക്ക് നിങ്ങളിപ്പം പറയാം, ഇതിപ്പോൾ പറ്റാത്ത മലമറിച്ചിക്കല്ലേ ഇനി, പിന്നെ വലിയ ആനക്കാര്യമായിട്ടല്ലേ ചെയ്തത്, ഒരു സ്കൂട്ടി പഠിച്ചിട്ട് ലൈസൻസ് എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആയതുകൊണ്ടാണ്. കുറച്ചും കൂടെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഓക്കെ എല്ലാം നടക്കുവേനും. ഇപ്പോൾ ഒരു 10-40 കഴിഞ്ഞാൽ പിന്നെ അതിൽ നല്ല മാറി ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് മാത്രം പിന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം
ഇവിടുന്ന് വണ്ടിക്ക് നിന്നാൽ 3 മണിക്കൂർ മേലെ റോഡ് മേലൊന്നും ഒരു വണ്ടി കിട്ടൂല. പിന്നെ ടൗണിൽ നിന്ന് ഇവിടെ വണ്ടി വന്ന് നമ്മളെ ടൗണിൽ ഇറക്കി തന്നാൽ 70 ഉറുപ്പ്യ കൊടുക്കണം. ആടുന്ന് പിന്നെയും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകണം. പിന്നെ ചെറിയ മോനിക്കാണെങ്കിൽ ഭയങ്കര താല്പര്യം. ഞാനും കാക്കയും പോയി, ഇനി ഞാനും പോയാൽ എവിടെയെങ്കിലും ആയിപ്പോൾ ഉമ്മാക്ക് എവിടെയെങ്കിലും പോകാമല്ലോ എന്നുള്ളത് എൻ്റെ അല്ലാത്ത നിർബന്ധം. SLC സമയത്ത് ഓൻ എൻ്റെ അടുത്ത് പറയും വൈകുന്നേരം വാ ഉമ്മനെ ഞാൻ പഠിപ്പിച്ചു തരാം, സ്കൂട്ടി പഠിപ്പിച്ചു തരാം എന്ന്. ഞാൻ പറയും ഇനി ബുക്ക് എടുത്തിട്ട് എന്തെങ്കിലും പഠിക്കുമോ അതെ, എനിക്ക് SLC ആണെന്ന് പറയുമ്പോൾ അതെന്തായാലും ഞാൻ പഠിക്കൂല ഉമ്മ. പിന്നെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളത് ചെയ്യാമല്ലോ. ഈ ഉമ്മാനെ ഒന്ന് പഠിപ്പിച്ച് നോക്കട്ടെ, അതിന് ഉമ്മാൻ്റെ സ്കൂട്ടി പഠിക്കലങ്ങ് നടക്കട്ടെ, മറ്റേതെന്തായാലും നടക്കൂല എന്ന് പറയും. അങ്ങനെ എന്തിന് പറയുന്നു മക്കളെ, 2022 നവംബറിൽ പേര് കൊടുത്തിട്ട് 2023 നവംബറിൽ എന്തായാലും ഇത് കിട്ടി. ഇപ്പോൾ അന്ന് അങ്ങനെ ഒരു കമൻറ്റ് വന്നേരെ ഞാൻ ആലോചിക്കുന്നു, ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അൾമാറ നോക്കി എടുക്കുമ്പം അൾമാറ ഒരുക്കുമ്പം എന്ന് കിട്ടി. അപ്പം ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. എൻ്റെ ഫോട്ടോ ഒന്നും ആരും കാണണ്ട, ഞാൻ അത്രക്കും മൊഞ്ചത്തി. പിന്നെ എല്ലാവരും ചോദിക്കലായിരിക്കും എന്ത് ക്രീമാണ് ഇടുന്നത്, പിന്നെ എന്തെന്നാ മൊഞ്ചിൻ്റെ സീക്രട്ട് എന്നാന്നെല്ലാം ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ഒന്നും കാണിച്ചു തരാത്തത്. ഭയങ്കര ഒരു പേപ്പർ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതെല്ലാം തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ നിർത്തുമല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും ഈ വിരൽ തുമ്പത്താണ്. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുന്നു, ഒന്ന് സബ്സ്ക്രൈബ്